ജയ്ക്ക് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആ അപകടവുമായി ബന്ധപ്പെട്ട് ആ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണെന്നൊക്കെയുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ അതിൻ്റെയൊക്കെ കാര്യത്തിലൊരു പൂർണ്ണമായ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെക്കണം എന്നല്ല പറയുന്നത്. കാരണം അപ്പുറത്ത് ഈ സമയമെടുത്ത് ഇതിനിടയിൽ പരിഹാരം കണ്ടെത്തി കൂറ്റൻ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പൂർത്തീകരിച്ചു. അതിൻ്റെ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് ആ ഭാഗത്തേക്കേ കോൺഗ്രസിനോ മാധ്യമങ്ങൾക്കോ പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒന്നും വിഷയം അവതരിപ്പിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പകരം ഈ ടോയ്ലറ്റ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് മന്ത്രി ആ തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ ഇനി ആരുമില്ല എന്നൊരു വാചകം പറഞ്ഞു എന്ന നിലയ്ക്ക് ഒരു വാദഗതി രൂപപ്പെടുത്തി അതിൽ പിടിച്ച് മന്ത്രി രാജിവെക്കണം, ആരോഗ്യമന്ത്രി രാജിവെക്കണം. എന്നാൽ സൂപ്രണ്ട് തന്നെ അതിൻ്റെ വസ്തുത പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും മന്ത്രി രാജിവെക്കണം എന്ന് പറയുക. ഇന്ന് അതിൻ്റെ പുറത്ത് വലിയ സമരവുമായി പോവുക, അത് ഏറ്റവും ഹീനമായ നിലയിൽ അധിക്ഷേപവും കൊലവിളിയും ശവപ്പെട്ടി ചുമന്നും ഒക്കെയായ സമരം മാറുന്നു. വലിയ തോതിൽ ആക്ഷേപം എന്ന രീതിയിലേക്ക് ആ സമരം മാറുന്ന സാഹചര്യം വരുന്നു. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് നിപ്പ വന്ന് കേരളത്തിൽ എല്ലാവരും നിപ്പ വന്നവരൊക്കെ മരിച്ചു എന്നാണ്. അതപ്പോഴേ പൊളിഞ്ഞു. അതുപോലെ തന്നെ എബിൻ വർക്കിയെ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആകട്ടെ നേരിട്ട് വലിയ തോതിൽ ആ ഡോക്ടർ ജയകുമാറിനെ ആക്ഷേപിക്കും വിധം ചർച്ചയിൽ പങ്കെടുത്തും പറയുന്ന നിലയുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചു വന്നത്. അതെ, ഇപ്പോൾ അങ്ങ് ആമുഖമായി സൂചിപ്പിച്ച ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. എൻ്റേതായ കുറ്റം കൊണ്ടല്ല, ഇന്ത്യൻ റെയിൽവേയുടെ വർദ്ധിച്ചു വരുന്നൊരു അരാജക സ്വഭാവത്തിൻ്റെ ഇരയായി അങ്ങ് ഈ ചർച്ചയിൽ എന്നെ കണ്ടാൽ മതി. അപ്പോൾ അതിന് തന്നെ ആദ്യം പ്രേക്ഷകരോട് ഞാൻ ഖേദപ്രകടനം നടത്തുന്നു. അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിനെ പിടിച്ചുലച്ച, അങ്ങേയറ്റം ആശങ്കയും അനുശോചനവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിറച്ച ദാരുണമായ സംഭവവികാസത്തിനാണ് ഇന്നലെ കോട്ടയത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വഴി നമ്മൾ സാക്ഷ്യം വഹിച്ചത്. തലയോലപ്പറമ്പ് സ്വദേശിനിയായ ശ്രീമതി ബിന്ദുവിൻ്റെ മരണം. നമ്മളിവിടെ ചർച്ചയ്ക്കായി ഒത്തുചേരുന്ന സമയത്ത് ഇതിനോടകം ജില്ലയുടെ കൂടെ ചുമതലയുള്ള അവിടുത്തെ MLA കൂടെയായിട്ടുള്ള ബഹുമാനീയനായ സഹകരണ വകുപ്പ് മന്ത്രി ആ കുടുംബത്തെ നേരിൽ കാണുകയും ഇതിനോടകം നേരിട്ട് വീട്ടിൽ ചെന്ന് സന്ദർശനം നടത്തുകയും സർക്കാരിൻ്റെ എല്ലാവിധ ഉറപ്പുകളും ആ കുടുംബത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. കുടുംബം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യം ഇതിനോടകം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പൊതുസംവാദ സ്ഥലിക്ക് മുമ്പിൽ ഇതിനോടകമുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോൾ ഈ മരണം അങ്ങേയറ്റം ദാരുണമാണ്, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിനെ പിടിച്ചുലച്ചതാണ്, തർക്കമേതുമില്ല. നമ്മളത് സങ്കുചിത രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ നിറം കലർത്തിയിട്ടല്ല നമ്മൾ ആരും ഇത്തരം വിഷയങ്ങളെ കാണുന്നത്. പക്ഷേ അങ്ങയുടെ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം സൂചിപ്പിച്ചതുപോലെ ഒരു മരണത്തെ മുൻനിർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ തിരക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടമഹാസഖ്യം. കേവലമായ പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF എന്ന നിലയിൽ മാത്രമല്ല, ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടമഹാസഖ്യത്തിന്റെ ശ്രമം ഈ ദാരുണമായ സംഭവവികാസത്തെ മുൻനിർത്തി ഏതു വിധത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കഴിയും, എങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീവനെടുക്കാൻ കേരളത്തിൽ പരിശ്രമിക്കാം, ഈ നിലയിലാണ്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് അങ്ങും നമ്മളെല്ലാവരും സ്വാഭാവികമായി ഓർമ്മിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവവികാസം കെവിൻ കാർട്ടറുടെ ചിത്രത്തിലെ കുപ്രസിദ്ധി ആർജിച്ച കഴുകനാണ്. കെവിൻ കാർട്ടർ വിസ്തൃതി ആർജിച്ച ഫോട്ടോഗ്രാഫർ ആയിരുന്നല്ലോ. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പട്ടിണിയുടെ ദൈന്യത പകർത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ വെച്ചിട്ടാണ് വിശന്ന് വലഞ്ഞ് മരിക്കാറായ കുഞ്ഞിന്റെ പിറകിൽ കഴുകൻ കണ്ണുകളോടുകൂടെ നോക്കി നിൽക്കുന്ന പട്ടിണിയുടെയും വിശപ്പിന്റെയും ക്രൂരതയാർന്ന ചിത്രം അദ്ദേഹം പകർത്തുന്നത്. ആ കഴുകനെ അനുസ്മരിപ്പിക്കുന്ന മുഖങ്ങളാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വധാരയിൽ ഇന്ന് സമരമുഖത്ത് പ്രത്യക്ഷപ്പെട്ട പല ആളുകൾക്കും ഉണ്ടായിരുന്നത്. അങ്ങ് സൂചിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഈ സംവാദം, അത് ആ സംവാദത്തിൽ പങ്കെടുക്കേണ്ട വന്ന ഒരാൾ ഞാനായിരുന്നു. ആ സംവാദത്തിനിടയിൽ വെച്ചിട്ടാണ് ജില്ലാ കളക്ടർ മുതൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ടിനെ വരെ ഇവൻ മുതൽ ഓക്കൻ ഈ വാചകങ്ങളിലാണ് ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ ഇപ്പോഴും കരുതുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന നേതാവ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടു. നിപ്പയെ സംബന്ധിച്ച് നിപ്പ വന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ടു എന്നുള്ളത്. UDFന്റെ അനൗദ്യോഗിക മുഖപത്രമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നതാണ് മലയാള മനോരമ. മനോരമയുടെ ലേഖകൻ നിപ്പയുടെ മരണനിരക്ക് കേരളത്തിലും ലോകത്തും സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് എഴുതിയ ലേഖനം ഇപ്പോഴെന്റെ മൊബൈൽ ഫോണിൽ ഉണ്ട്. നമ്മുടെ പലരുടെയും ആർക്കൈവുകൾ ലഭ്യമാണ്. ലോകമെമ്പാടും 77% ആളുകൾ നിപ്പ ബാധിച്ചവർ മരണപ്പെടുമ്പോൾ കേരളത്തിൽ 33% താഴെ മാത്രമാണ് അതിന്റെ മരണനിരക്ക് എന്നെഴുതിയത് മലയാള മനോരമയുടെ ലേഖകനാണ്. UDFന്റെ അനൗദ്യോഗിക മുഖപത്രത്തിലെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കുറഞ്ഞ പക്ഷം വീക്ഷണവും ജയ്ഹിന്ദും ഒന്നും കണ്ടില്ലെങ്കിൽ പോലും മലയാള മനോരമയെങ്കിലും വായിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആശിക്കാനല്ലേ കഴിയൂ, വാശി പിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ശ്രമങ്ങൾക്കാണ്, അങ്ങേയറ്റം ദുരഭിദൃഷ്ടമായ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന ഈ ശ്രമങ്ങൾക്കാണ് കേരളം സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്നത്.